അറിവിന്റെ ഭദ്രദീപം കൊളുത്തി ഇളം തലമുറയെ നേർവഴി നയിക്കുന്നവർ, ജീവിതയാത്രയിലെ വഴിവിളക്ക്. അധ്യാപനം ഒരു തൊഴിലല്ല, ആധ്യാത്മിക സാധനയാണ്. ഗുരുശിഷ്യ ബന്ധം പരമപാവനമായി കാത്തു സൂക്ഷിച്ച രാജ്യമാണ് ഭാരതം. ആചാര്യ ദേവോ ഭവ എന്നതാണ് മുദ്രാവാക്യം. നമ്മിലെ ഉൾവിളക്ക് കത്തുമ്പോൾ ലോകം മുഴുവനും പ്രകാശനമാകും. ഗാന്ധിജിയുടെ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഇത്. നമ്മുടെ പ്രിയപ്പെട്ട സുനിലാനാമം തന്റെ ഉൾവിളക്കിന്റെ ശോഭയാൽ ലോകം മുഴുവൻ പ്രകാശം പരത്തേണ്ടത് അനേകം കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ദീപം തെളിച്ചു. മാം ഈ കലാലയത്തിലൂടെ ധാർമ്മിക ബോധമുള്ള മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു തലമുറയെ വാർത്തെടുക്കും എന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തിയുമില്ല. എന്നാൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചട്ടപ്രകാരം കലാലയത്തിലെ സജീവ സേവനത്തിൽ നിന്നും വിരമിക്കുമ്പോൾ തുടർന്നും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിന് അനേകരെ സജ്ജരാക്കുവാൻ ദൈവം പ്രിയ മാമിൽ കൂടെ പ്രവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ ഏവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Today is a day of mixed emotions, a time to celebrate, to reflect, and to express our heartfelt gratitude to our beloved Professor Dr. Sudha Lopez. I now invite Leslie and Koshi to lead us in the prayer song. I invite Ashley Kuchina to deliver the welcome message. Gratitude എന്ന വേർഡിന്റെ മീനിങ് തന്നെ ലാറ്റിൻ വേർഡായ ഗ്രാറ്റി എന്ന വേർഡിന്റെ മീനിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഗ്രാറ്റി എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത്. നന്ദി കരയിച്ചുക എന്നൊരു പ്രോഗ്രാമാണ് ഇവിടെ ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്റെ വ്യക്തിപരമായ പേരും MA ഡിപ്പാർട്ട്മെന്റിന്റെ പേരും ഔപചാരികത സഹായം ചെയ്യുന്നു. Dr. Sammy Daniel to deliver the presidential address. ഈ സ്ഥാപനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനും അതിന്റെ അമരക്കാരിയായിട്ട് വിരമിക്കാനും ഭാഗ്യം ലഭിച്ച സുന്ദർ ടീച്ചർ. Now listen to the special song by Anna. I now invite Joel Sam Joseph and Aparna R to deliver the special address. ഫോൺ കോൾ ഞാൻ 5 കോളേജിൽ എന്തോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 4 തന്നെ വിളിച്ചു. മിസ് മാത്രം പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവർ വിളിക്കുന്നത് മിസ് മാത്രമാണ്. മിസ് സംസാരിക്കുമ്പോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫോണിൽ കൂടെ തന്നെ, അതായത് നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിലാണ് മിസ് സംസാരിക്കുക. ആ ഒരു കാരണം കൂടി കൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു ആവശ്യത്തിന് നമ്മൾ മിസ്സിനെ സമീപിച്ചാലും മിസ് നമ്മളോടൊപ്പം തന്നെ ഒരാളായി നിന്ന് തന്നെ നമുക്ക് അതിനുവേണ്ട പിന്തുണയും അതുപോലെ തന്നെ നമുക്ക് അതിനുവേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും ഒക്കെ നമുക്ക് മിസ്സിനോട് തരുന്നുണ്ട്. അതേപോലെ തന്നെ മിസ്സിന്റെ സ്നേഹവും കരുതലും ഒക്കെ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. മിസ്സിന്റെ ആ ഒരു ഗ്രേറ്റ് പ്രിൻസിപ്പൽ ഡസൻറ് റിട്ടേൺ until they move on to inspire others in new life. കേരളത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആയിരിക്കട്ടെ പുതിയ നാളുകൾ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ സ്നേഹാരം I and Chief share the words of appreciation.
മിസ്സിലേക്ക് ഒഴുകി വരുന്നു. മിസ്സിനെ പറ്റി പറയുമ്പോൾ ഒരു ശിക്ഷക, ഒരു നിർദ്ദേശക, ഒരു പ്രചോദനം. മിസ്സിന്റെ മഹത്വം ഗ്രന്ഥങ്ങളിലല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ അവരുടെ ഭാവിയെ പറ്റി നവീകരിക്കുവാൻ ആഴത്തിൽ സ്വാധീനിച്ചു എന്ന എനിക്ക് ഒന്നും കൂടെ അങ്ങോട്ട് പറയാനുണ്ട്. ഉണ്ട് വളരെ ഞാൻ പറഞ്ഞില്ല, ഉണ്ട് കാരണം ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട്. ഞാൻ എങ്ങനെയാണോ ആ ഓഫീസിലേക്ക് കയറിയത് അതിന് ഓപ്പോസിറ്റ് ഞാൻ സങ്കടത്തോടെ കണ്ണീരോടാണ് ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ആനന്ദ കണ്ണീരോടാണ് തിരിച്ചു വന്നത്. അത്രത്തോളം സപ്പോർട്ടീവായിട്ട് അമ്മ പോലും ഏതിനൊക്കെ ടെൻഷൻ അടിക്കാൻ എത്രത്തോളം പേടിക്കുന്നുണ്ട്. കൂടെ ഉള്ളവരൊക്കെ അത് കഴിഞ്ഞവരൊക്കെ ആയിട്ട് രക്ഷിക്കണ്ട എന്നാണ് അത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള വോയിസ് വന്നിട്ടാണ് തന്നെ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടായാലും ഈ മിസ്സിന്റെ ഒരു അപ്രോച്ച് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഓരോ പ്രോഗ്രാം വരുമ്പോൾ തന്നെ മിസ് ഇവിടെ വന്ന് ചെയ്യാനുള്ളത്. നമ്മുടെ എക്സാമിന്റെ സമയത്തായാലും പെട്ടെന്ന് എക്സാം വന്നു, ഫസ്റ്റിന്റെ എക്സാമിന്റെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് വന്നു പ്രാർത്ഥിക്കാനും ഒരു ഡെസിഷൻസ് പറയാനും ഒക്കെ ഉള്ള സമയം കണ്ടെത്താനും ഓരോ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ചെയ്ത് അതുപോലെ നേരത്തെ വന്ന് പ്രാർത്ഥിച്ചു വിടാനും അങ്ങനെ esteemed faculty join us in offering their tributes. ഞാൻ ആദ്യം കാണുന്നതല്ല കേൾക്കുന്നത് 1992 ഒരു ഫെബ്രുവരി മാസത്തില് അവര് 2002 അല്ല 92 ഒരു അവരുടെ സൈക്കോളജി അധ്യാപകൻ, അന്ന് സൈക്കോളജി അധ്യാപകൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വർഷം കാരണം ഒരു സ്റ്റുഡന്റ് ഇപ്പോഴാണ്, അതായത് മോഡൽ എക്സാമിനേഷന്റെ റിസൾട്ട്, മോഡൽ എക്സാമിന്റെ പേപ്പർ നോക്കി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നന്നായി എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള മിടുക്കിയായ ഒരു കുട്ടി, പക്ഷെ ഇതിനു മുമ്പ് അത്രയും മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞ് അങ്ങനെ കേട്ട് അറിഞ്ഞ് ആ വർഷം തേജസ് കോളേജിലെ റാങ്ക് കൊണ്ടുവന്നതാണ് എന്താ യജ്ഞം എന്ന് പറയുന്നത്. അതിനുശേഷം അത് ഞാൻ കേട്ടറിഞ്ഞതാണ്. അപ്പോഴും കേട്ടറിയുമ്പോഴും ഒരു എന്റെ ഒരു കുഞ്ഞനിയത്തിയായിട്ട് ഈ ചേച്ചി എന്ന് വിളിച്ച് നടന്ന ടീച്ചർ. അതിനുശേഷം വർഷങ്ങളോളം 2006 വരെയൊക്കെ ഈ ചേച്ചിയായിരുന്നു. 2006 ശേഷം ഈ ടീച്ചറായി മാറി. അതിനുശേഷം 2023 വരെ 21 വരെ സഹപ്രവർത്തകയായിട്ട് എന്തിനും എപ്പോഴും സമീപിക്കാവുന്ന സുനിത ടീച്ചർ. എന്ത് സംശയങ്ങൾക്കും അതായത് നമുക്ക് എന്ത് കാര്യത്തിനും എത്തിപ്പിടിക്കാവുന്ന സുനിത ടീച്ചർ. പിന്നീട് 2003 തൊട്ട് എന്റെ പ്രിൻസിപ്പലായി മാറി. അതാണ് ശരിക്കും സുഹൃതങ്ങളുടെ സുനിത ടീച്ചർ. നമ്മൾ നിറവെന്ന് പറയും, നിറവിന്റെ സുനിത ടീച്ചർ, ലാളിത്യത്തിന്റെ സുനിത ടീച്ചർ. ഈ 3 കാര്യങ്ങളും ശരിക്കും ഒന്നിച്ചു ചേർന്ന വ്യക്തിത്വമാണ് സുനിത. കാരണം ഞാൻ പറഞ്ഞല്ലോ 92 തൊട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന മിസ്സാണ് സുനിത ടീച്ചർ. ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞ് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളിലൊക്കെ വളരെ എനിക്കറിയാമെന്നറിയില്ല. കൊച്ചുപ്രായത്തിൽ ഇവിടെ എല്ലാവർക്കും സൗത്ത് ആഫ്രിക്കയിലൊക്കെ പഠിച്ച് മലയാളം ഒന്നും അറിയാതെ ഇവിടെ പേരൻസ് ആയിരിക്കും ഇപ്പോഴും നാട്ടില് പഠിച്ച് മലയാളമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതിനുശേഷം ബിഎഡ് കഴിഞ്ഞ് റാങ്കൊക്കെ വാങ്ങിച്ച് എംഎഡിന് മൈസൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി, അവിടെയും റാങ്ക് വാങ്ങി. അങ്ങനെയാണ് ടൈച്ചസിലേക്ക് വരുന്നത് 94 മുതൽ ഇവിടെ പഠിപ്പിച്ചു. 96 വിവാഹത്തിനൊക്കെ പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. സ്നേഹനിധിയായ ജോജി ചാച്ചനും 3 മക്കളും, ബുദ്ധിമുട്ടുകാരായ 3 മക്കള്, വലിയ മോളുടെ കല്യാണം കഴിഞ്ഞു. അത് 2 പേര് വളരെ ഉന്നതമായ വിജയത്തിൽ രണ്ടാമത്തെ പോലും ജോലിയായിരുന്നു. അപ്പൊ വീട്ടിലെ കാര്യങ്ങളോടൊപ്പം തന്നെ ടീച്ചറിന്റെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാം, എനിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. മിസ് കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും അച്ഛൻ വിവാഹം കഴിച്ച ഭവനത്തിലാണ് മിസ് താമസിക്കുന്നത്. സ്വന്തമായി വീട് വേറെ ഒന്ന് വെച്ചിട്ടുണ്ട്. അത് തൊട്ട് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്, മിസ്സെ അവിടെ പോയി താമസിച്ചിട്ടുണ്ടായി. അടുത്ത് തന്നെ അവന് ദൂരമില്ല. പക്ഷേ വീട്ടിൽ മമ്മി മാത്രം, മമ്മി എന്ന് പറഞ്ഞാൽ മദറിലോ മാത്രം കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്ത തന്നെയായിട്ട് താമസിക്കും, നല്ല കഴിവുള്ളതാണ്. പക്ഷേ ഒരിക്കലും മിസ് തന്നെ കിട്ടുന്നില്ല. ശരിക്കും
വലിയ മോളുടെ വിവാഹത്തിനാണ് അവർ ആ പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട് വെച്ചത് 94 വരെ പോയില്ലോക്കില്ല. പക്ഷെ അവർ അടച്ചിട്ടില്ല. കാരണം മറ്റൊരു രണ്ടുപേരും യുഎസിലൊക്കെയാണ് ഒരു ബ്രദർ സിസ്റ്റർ. അപ്പൊ ആ കുടുംബത്തില് ശരിക്കും ആ മമ്മിയെ സംരക്ഷിക്കാൻ വേണ്ടി പപ്പായി അന്തിമമായില്ല. പക്ഷെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് കൂടെ നിന്ന ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശ്രദ്ധിച്ചത് ഒത്തിരി ഉത്തരവാദിത്തം. അതിനുശേഷം കോളേജിന്റെ കാര്യത്തിലായാലും ജോസാണ് പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ഒക്കെ നാക്കിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുലഭീസവർ ശരിക്കും എന്താ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടായി റെഡിയാണത്. ഒരു റെഡി റെഗുലറാണെന്ന് വേണേ പറയാം. കാരണം അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് അവരുടെ ആദ്യത്തെ ഒരു സുഹൃതം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്, അതാണ് സുഹൃത്തത്തിൽ. എന്ന് ഞാൻ പറഞ്ഞു നിറമെന്ന് പറഞ്ഞത്. നിങ്ങളിൽ പലരും പറഞ്ഞു ഇത് ശരി അറിയാതെ കാര്യങ്ങൾ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ്. പലർക്ക് വേണ്ടിയും നമ്മൾ അറിയാതെ എത്രയോ പേർക്ക് വേണ്ടി അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു പോകാൻ സത്യത്തിൽ ഇതുപോലൊന്നും കൊണ്ടാണ് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ നിറമെന്ന് പറയുന്നത് അറിവും നിറവും തിരിച്ചറിവും എല്ലാം കൂടെ ആക്കി കിട്ടുന്നു. അവരെ നമുക്കൊരു നിറമെന്ന് പറയാം. അങ്ങനെ നിറവിന്റെ നിറഞ്ഞ വ്യക്തിത്വമാണ് സുഹൃത്ത്. പിന്നെ ലാളിത്യത്തെ കുറിച്ച് പറയാനാണ് ഒരു മൾട്ടി മില്യനർ ആയിരിക്കുന്ന സുഹൃത്ത്. Comprised with her experiences, her lessons, her happy moments, and her chapters where her generous and kindness are reflecting, as they have said. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. And we all give a heartful of salute to our beloved principal for completing her tenure successfully in Titus College. The full stop for Sunila Miss. This is just a beginning of a new chapter. So we, our MA department, pray from the bottom of our heart that you begin a new chapter joyfully, beautifully, meaningfully, and with purpose. To share our words of appreciation. മാതൃകയായിരുന്നത് കോൺട്രിബ്യൂഷൻ ലീഡർഷിപ്പ് എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പിന്നെ മീൻസ് പറഞ്ഞതുപോലെ സുഗതമായ ശ്രീനാഥിന്റെ ലീഡർഷിപ്പിൽ നമുക്ക് കോളേജിൽ പഠിക്കാനും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സാധിച്ചത് നമ്മുടെ സ്വന്തം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ത് പ്രോഗ്രാം വന്നാലും നിങ്ങൾ പറഞ്ഞ വളരെ ചെറിയ കാര്യപരിപാടി ആണെങ്കിൽ പോലും അതിൽ സുഗാമിന്റെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ട്. നമുക്കൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം ഗൈഡൻസ് ആയിട്ട് എപ്പോഴും സുഗാമിസ് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനും മിസ്സിന്റെ ഒരു തരം അതിനുള്ളിലുണ്ട്. നമുക്ക് ഒരു ചെറിയ ടോക്ക് ആണെങ്കിലും ഇല്ല ഒരു സെമിനാറിലാണെങ്കിലും മിസ് എപ്പോഴും നമ്മളെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കാം. ഞങ്ങൾ ടീച്ചേഴ്സാണെങ്കിലും ടീച്ചേഴ്സിന് അത് ബെറ്റർ ആയിരിക്കാൻ എപ്പോഴും ചിന്തിക്കുന്നത് സുഗാമിസ്. എന്നെ സംബന്ധിച്ചിടത്തോളം സുഗാമിസിനെ ഒരു മാതൃക ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടാവും. അതിൽ ഒരാളായി സുഗാമിസിനെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മിസ് എല്ലാവരും പറഞ്ഞല്ലേ എപ്പോഴും നമുക്ക് എന്താ പറയാ ഒരാളെ റോൾ മോഡലായിട്ട്. അപ്പം എല്ലാവരുടെയും ലൈഫിൽ ഒരു മീൻസ് കോൺസ്റ്റന്റ് ആയിട്ട് കാര്യമുണ്ട്. നമ്മുടെ ഫീലിംഗ്സ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്താ ഒരു ഗോൾ ഉണ്ടാവുക അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അംഗീകരിക്കാനുള്ളത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആണ്. അങ്ങനെ ഒരു ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു അവസാനം മാത്രമല്ല, പുതിയ ഒരു വഴി കൂടിയാണ്. ഒരു ഓപ്പൺ ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ സുഗാമിസ് ആ ഒരു ഓപ്പൺ ഹൈവേ ഒരു മിന്നും ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട്
എങ്ങനെ പോകുമെന്ന് നമുക്ക് എന്തെങ്കിലും എനിക്ക് അങ്ങനെ നമ്മുടെ മിസ്സിന് എല്ലാവിധ ഭാവങ്ങളും അൺഒഫീഷ്യലായിട്ട് ഒരു ക്ലാസ് കേൾക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് ജോലി പറഞ്ഞു മിസ്സിന്റെ ക്ലാസ് കേൾക്കാൻ ഒത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അൺഒഫീഷ്യലി മിസ് സോഷ്യൽ സയൻസിന്റെ റൂം അവിടെ വെച്ച് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ട് മിസ്സിന്റെ ഒരു ക്ലാസ് കേൾക്കും. ഞാൻ ഇവിടെ ഉള്ളപ്പം എപ്പോഴേലും ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷും ഹിന്ദിയുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും പോയത്തിന്റെ വർക്കാണെങ്കിലും എന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പം ഇത് ഞാൻ എന്നോട് ഉള്ളപ്പോൾ തന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴേലും പോയാലും സ്റ്റാഫ് find her in the staff room. But when you go to a class, you find her in the class. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം കണ്ട കുറെ ടീച്ചേഴ്സ് ഉണ്ട്. കാര്യം പറയാം, ഞാൻ എപ്പോഴും മിസ്സിനെ കണ്ടത് ക്ലാസ് റൂമിൽ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഞാൻ അവിടെ നിന്ന് നോക്കി ആരാ എന്റെ പേരല്ല ക്ലാസ് സമയം. പക്ഷെ ഞാൻ പലപ്പോഴും അവിടെ നിന്ന് ഒന്ന് കേട്ട് ഞാൻ പോയി. മിസ്സിന്റെ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ശരിയല്ല, ശബ്ദം ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു കാം കമ്പാഷനേറ്റ് ഒരാളോട് പറയുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു ആ സമയത്തും ഉണ്ട് എപ്പോഴും. അതാണ് ഞാൻ ആദ്യം കണ്ടത്. ഇനി കൂടുതൽ ഞാൻ ലെങ്കി ആകുന്നില്ല. ഞാൻ ചെറിയൊരു പോയമുണ്ട് ഞാൻ പറയാം. The time has come to say goodbye. The guiding hands and watchful eye. Through every challenge, big and small, you led us wisely through it all. With strength and grace, you paved the way, inspiring hearts day after day. You shaped young minds with care and light, turning wrongs gently into right. Your words of wisdom, calm and true, brought out the best in all that we do. You stood with pride, both firm and fair, a steady presence always there. Now, as you step towards peaceful days, we gather here with heartful praise. Your legacy will long remain in every hall and in every need. So take this time to rest and grow, to find new joys and make a hope. Through your may leave this post behind, the spirit stays in every mind. With grateful hearts, we wish you cheer for all that you have done to every day. May peace and joy fill your way. Happy retirement from this year. Professor Dr. Sila Jones for her selfless service and immense contribution. Let's all rise and express our gratitude with a round of applause. ചെറിയ കുടുംബം സന്തോഷം. ഏറെ മനോഹരമായിട്ട് നിങ്ങൾ ഇത് ചെയ്തു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പറഞ്ഞ എല്ലാ നല്ല വാർത്തകൾക്കും നന്ദിയുള്ളതാണ്. എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് മറിഞ്ഞിരുന്ന് കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്.
ഇതിനെതിരെ എങ്ങനെയാണ് നിങ്ങളുടെ വിജയങ്ങളിൽ കൂടെ എനിക്ക് കയറി പറ്റാൻ പറ്റിയെന്ന് ഒട്ടും അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവത്തിന്റെ പദ്ധതിയാകും ഞാൻ ഈ സ്ഥാപനത്തിൽ വന്ന് ജോയിൻ ചെയ്യണമെന്നുള്ളത്. എന്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പീഡിപ്പിക്കുക സെക്കൻഡ് ഗ്രൂപ്പാണ് എന്റെ സിസ്റ്റർ പോയ പക്ഷെ എന്റെ ഉള്ളിൽ മാത്സ് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പോയി ഫസ്റ്റ് ഗ്രൂപ്പില് അതെന്റെ സിസ്റ്റർ അറിഞ്ഞിട്ട് എന്നെ ചെവിക്ക് പിടിച്ച് തിരിച്ച് വർമ്മ കോളേജിൽ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് മാത്സ് ഫോർത്ത് ഓപ്ഷൻ. അന്ന് ആ കാലഘട്ടത്തില് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഫോർത്ത് ഓപ്ഷൻ മാത്സ് പഠിച്ച സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥിയാണ് ഡിഗ്രിക്ക് മാത്സ് എടുത്തത്. അതിന്റെ ഇടയിൽ എന്റെ എൻട്രൻസ് വിട്ട് എന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും MBBS അഡ്മിഷൻ ഞാൻ വിളിച്ചു. അപ്പോഴും നമുക്കറിയാം ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നാണ്. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. പിന്നാണ് PGക്ക് മർമ്മ കോളേജിൽ പോകുന്നത്. ഡിഗ്രി മർമ്മ കോളേജും PG മദ്രാസ് ക്രിസ്ത്യൻ കോളേജും അവിടെ പോകാനുള്ള കാരണം അന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ UGCയുടെ സ്ട്രൈക്ക് അധ്യാപകർ UGC കിട്ടണം. അപ്പൊ ആ അനന്തമായ ഒരു കാലതാമസം എന്നും കണ്ടുകൊണ്ടാണ് UGCയിലേക്ക് യാത്രയാകുന്നത്. അവിടെ നിന്ന് വന്നുടനെ തന്നെയാണ് ഇവിടെ BEd വരുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതി എന്നല്ലാതെ എനിക്ക് അത് ഒന്നും വേറെ കളയാനില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിരുന്ന മുതൽക്കൂട്ട. അന്ന് എന്നെ വളർത്തിയ അധ്യാപകർ അന്ന് ഇച്ചിരി മാത്രമേ അന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കണ്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. അത് എന്റെ സ്വതവേ വന്നതാണോ, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. സുഷ്മ ടീച്ചർ, ശാരദ ടീച്ചർ, ജോർജ് സാറ്, ജോൺ സാറ്, നജീബ് സാറ്, കോശി സാറ്, ഒരു സ്ഥലത്ത് ഞാൻ ഒരുമിച്ച് കയറിയത്, ഗൈഡസ് സാറ്, എല്ലാവരുടെയും ആ ഒരു സംരക്ഷണത്തിലെ ഒരു കുഞ്ഞു അനിയത്തിയായിട്ട് അവരുടെ കൂടെ വളർന്ന് എല്ലാം പഠിച്ച് ഗ്രഹിച്ചെടുക്കാൻ സാധിച്ചാണ് ഞാൻ ആ ഒരു അധ്യാപകർ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻഷൻ ആകാമെന്ന് എനിക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസ് തന്നതാണ്. I now call upon Jesselyn Jones to deliver the vote of thanks. സംസാരിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും എന്നാൽ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു വേദനയും ഉണ്ട്. എല്ലാം വരെ എല്ലാവരും ക്രിസ്ത്യനെ പറ്റി പറഞ്ഞു. പക്ഷെ അതെല്ലാം അവരുടെ മനസ്സിനുള്ളിൽ തട്ടിയ വാക്കുകളാണ്. ഈ 33 വർഷക്കാലം ക്രിസ്ത്യന്റെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ക്രിസ്ത്യൻ നൽകുന്ന ഒരു ആദരം ഗ്രാജുവേറ്റ് 2025 എന്നത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സമാപന പ്രാർത്ഥനയുടെ ദൈവമേ, നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്മകൾക്ക് നന്ദി പറയുന്നു. വചനത്തിൽ അരളി ചെയ്യുന്നുണ്ട്, അങ്ങേക്ക് ഞങ്ങളുടെ ഒരു പദ്ധതിയുണ്ട്. അതൊരിക്കലും ഞങ്ങളുടെ നാശത്തിനല്ല, ഞങ്ങളുടെ ക്ഷേമത്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സുനില മിസ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിദ്യാലയത്തിന് ഭാഗമാകുവാനും വിദ്യാലയത്തിന്റെ ഭാഗമായി അനേകർക്ക് അവിടുത്തെ വെളിച്ചം നൽകുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗപ്പെടുത്തി അനുഗ്രഹിച്ചു. അതിന് പൂർണ്ണതയിലേക്ക് മിസ് കടന്നു വരുമ്പോൾ ഈ ഒരു കൂടിയവരവ് നമുക്ക് ക്രമീകരിക്കും, അനുഗ്രഹിച്ചു. ഇതിനൊക്കെ നന്ദി പറയുന്നു. മിസ്സിന്റെ ജീവിതത്തിൽ കൃത്യമായ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കണം. ഇനിയുള്ള മിസ്സിന്റെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹകരമാകാൻ തക്കവണ്ണം ഇതിനെ ഉപയോഗിക്കണമേ, അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നന്മകൾ, അഭിഷേകങ്ങൾ, തുകകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ജീവിതങ്ങളിൽ ഉപയോഗിക്കണം, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം നിയോഗം നിങ്ങളുടെ സന്നിധി സമർപ്പിക്കുമ്പോൾ ഉപയോഗം കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആകാശവും എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.